ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിജു താനിക്കാട് അവരുടെ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ജില്ലയിൽ അധ്യക്ഷസ്ഥാനത്തേക്ക് നമ്മുടെ ജില്ലയുടെ സെക്രട്ടറി പ്രസിഡന്റ് പി കെ പ്രസാദ് അവരുടെ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്ന ജില്ലാ സംസ്ഥാന നേതാക്കൾക്കും അതോടൊപ്പം തന്നെ ജില്ലയിലെ മുഴുവൻ മെമ്പർമാർക്കും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ ചുരം സംരക്ഷണ സമിതി അംഗങ്ങളെയും ഈ പരിപാടിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയലളിത. പ്രിയമുള്ളവരെ, ജീവൻ പണയം വെച്ചു ഈ ചുരത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പണിയെടുക്കുന്ന അവർക്ക് ലെൻസ്പെഡിന്റെ ഒരു ബിഗ് സല്യൂട്ട് ഞങ്ങൾ നൽകുകയാണ്. അപ്പൊ ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഇന്ന് ഈ ചടങ്ങിന് ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് പുതുപ്പാടി ഗ്രാമപഞ്ചായത്തിന്റെ അധ്യക്ഷൻ, ഒരുപാട് കാഴ്ചപ്പാടുകളും ദീർഘവീക്ഷണവുമുള്ള ശ്രീ ബിജു താന്നിക്കാക്കുഴിയാണ്. അദ്ദേഹത്തെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്നിവിടെ എത്തിയിട്ടുള്ള മുഴുവൻ ഭരണസേനാംഗങ്ങളെയും ലെൻസ്പെഡിന്റെ മുഴുവൻ പ്രവർത്തകരെയും ഞങ്ങൾ ഹൃദയത്തിൽ ചേർത്ത് വെച്ച് ഈ മഴയത്തും ഈ പ്രവർത്തനത്തിന് സജ്ജമായി ഇവിടെ ചെല്ലുന്ന നിങ്ങളെല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് പുതുപ്പാടി ഗ്രാമപഞ്ചായത്തിന്റെ അധ്യക്ഷൻ ശ്രീ ബിജു താന്നിക്കാക്കുഴിയെ ഞാൻ സ്നേഹപൂർവ്വം സംഘടനയ്ക്ക് വേണ്ടി ക്ഷണിക്കുന്നു. ഈ ശുചീകരണ യജ്ഞത്തിന്റെ നേതൃത്വം കൊടുക്കുന്നതിന്റെ അധ്യക്ഷൻ ചുരം സംരക്ഷണ സമിതിയുടെ ബഹുമാന്യനായ പ്രസിഡന്റ് കായിക ജനറൽ സെക്രട്ടറി സുകുമാരൻ, പ്രിയപ്പെട്ട ലെൻസ്പെഡിന്റെ ഭാരവാഹികളെ, സുഹൃത്തുക്കളെ, ഇന്ന് ലോക പരിസ്ഥിതി ദിനമാണ്. ലോകം മുഴുവൻ ഇന്ന് പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ ലക്ഷ്യത്തോടുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. ഈ രാവിലെ ഇന്നൊരു 6 പരിപാടിയെങ്കിലും രാവിലെ ഗ്രാമപഞ്ചായത്തിൻ്റെ ഔദ്യോഗിക തൈ നടിയിൽ എന്ന് പറയുന്നത് മണൽമേലുള്ള എൽ.പി. സ്കൂളാണ്. നമുക്കറിയാം, ശുചിത്വം എന്നത് വലിയൊരു ആശയമാണ്. വ്യക്തി ശുചിത്വമുണ്ട്, ഗൃഹശുചിത്വമുണ്ട്, പരിസര ശുചിത്വം. മലയാളികൾ വ്യക്തി ശുചിത്വം നന്നായിട്ട് കാത്തുസൂക്ഷിക്കും. ഒരു പരിധിവരെ ഗൃഹശുചിത്വവും കാത്തുസൂക്ഷിക്കും. പക്ഷേ പരിസര ശുചിത്വം എന്ന ഒരു കാഴ്ചപ്പാട് നമ്മളില്ല. പരിസര സംസ്കാരം നമുക്കറിയാം. ഇവിടുന്ന് താഴോട്ടൊന്ന് നോക്കിയാൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ആളുകളടങ്ങുന്ന, യാത്രക്കാരടങ്ങുന്ന ആളുകളുടെ വലിയൊരു മനസ്സുണ്ടായിരിക്കും. നമുക്കറിയാം, 846 സ്പീഷീസ് ഉള്ള വയനാട് ചുരം, ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു പ്രദേശമാണ് വയനാട് ചുരം. അതിനെ കാത്തു സൂക്ഷിക്കാനും അതിൻ്റെ തനിമ നിലനിർത്തിക്കൊണ്ട് ഒരു വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് 2012 സമയത്താണ് അന്ന് അനിൽകുമാർ മിനിസ്റ്ററെ കണ്ടിട്ടാണ് 60 ലക്ഷം രൂപ പാസ്സാക്കിയിട്ടാണ് അന്ന് റെഡിയാക്കിയത്. അതിനുശേഷം 10 വർഷമായിട്ട് ഒരു 100 രൂപയുടെ പെയിൻറ്റ് വാങ്ങി പോലും അടിക്കാനുള്ള നടപടി ഈ ഗവൺമെൻറ്, ഞാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ വയനാട് ജലം എന്നുള്ള ഒരു ടൂറിസ്റ്റ് ഹബ്ബ് നമുക്ക് നേതൃത്വം കഴിഞ്ഞ ദിവസം പ്രപ്പോസൽ തരാക്കി കൊണ്ട് വയനാട് ജലത്തെ മനോഹരമാക്കണം എന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. കൂട്ടായിട്ട് നമുക്ക് ഈ മാലിന്യ സംരക്ഷണം എന്ന പദ്ധതി ഇന്നത്തെ പേപ്പർ വായിച്ചാണ് തരംതിരിക്കുന്ന മാലിന്യങ്ങൾ 4ആയി തരംതിരിക്കുന്നതാണ്. ഇന്നു മുതൽ ജൈവമാലിന്യം, അജൈവ മാലിന്യം, അതുപോലെ സാനിറ്ററി മാലിന്യങ്ങൾ, കൂടാതെ ചിരട്ട തമ്മിലുള്ള ഈ വേസ്റ്റുകൾ 4ആയിട്ട് തരംതിരിച്ചുകൊണ്ട് ഹരിതകർമ്മസേന പുതുപ്പാടിയിൽ 10-25 ആളുകളെ ഹരിതകർമ്മസേന എന്ന പ്രവർത്തനം ഞാൻ വന്നതിന് ശേഷം 48 പേരെ എടുത്തുകൊണ്ട് ഒരു വാർഡിൽ ഉള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ നേതൃത്വമായി പങ്കുവയ്ക്കുന്നത്. അതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു പ്രവൃത്തി ഈ പരിസ്ഥിതി ദിനത്തിൽ ലെൻസ്പെഡ് ഏറ്റെടുത്തതിൽ ഒത്തിരി സന്തോഷം. ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാവിധ അഭിനന്ദനവും നിങ്ങളെ അറിയിക്കുകയാണ്. എല്ലാവരുടെയും അനുവാദത്തോടെ മഹനീയമായ നല്ല പരിപാടി ഈ ചടങ്ങിന് ആശംസ സമിതിയുടെ സെക്രട്ടറി കുമാരനെ ക്ഷണിക്കുന്നു. അതെ, അദ്ദേഹം കൊട കൊണ്ട് ഞാനൊരു കുടുംബത്തിലാണ് എല്ലാ വർഷവും ജലം സംരക്ഷണ കമ്പി വിവിധ സംഘടനകളൊക്കെ കഴിഞ്ഞ വർഷം ചെടികൾ നട്ടിരിക്കുന്ന പറയുന്ന നിലവിൽ
പഞ്ചായത്തിൻ്റെ സഹകരണത്തിലൂടെ സാധിച്ചതാണ്. അതുപോലെ നിരവധി സംവിധാനങ്ങൾ ഇപ്പോൾ നമ്മുടെ ബഹുമാന്യനായ വയനാട് കൽപ്പറ്റ MLA സ്ട്രീറ്റ് കവറുകളെ കഴിഞ്ഞ തവണ കണ്ട് നമ്മളൊരു ഐമാസ് ലൈറ്റ് ഇവിടെ കയറ്റി വെച്ച് പാസ്സാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് അതിന് ടെൻഡർ നടപടികൾക്കായതാണ്. അപ്പോൾ ഈ മാസം അത് ലൈറ്റ് വെക്കും. അങ്ങനെ നിരവധി പരിപാടികൾ നമ്മൾ ചുരവുമായി ബന്ധപ്പെട്ട് എല്ലായ്പ്പോഴും ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ മാലിന്യം നമുക്ക് നേരത്തെ പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ തന്നെ എല്ലാവരും വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുക. വലിച്ചെറിയും കുറേ ആളുകൾ നമ്മളെപ്പോലുള്ള കുറേ ആളുകൾ വരിക, ഇത് പെറുക്കുന്ന ആളുകളായി മാറുക. അപ്പോൾ അതിന് നമുക്ക് അറുതി വരുത്താൻ എന്ത് ചെയ്യണം എന്നുള്ളത് നമുക്ക് അതിനൊരു മാർഗം നമ്മൾ കണ്ടെത്തിയാൽ ഇപ്പോൾ എനിക്ക് പറഞ്ഞാൽ നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിൽ പോയി നമ്മൾ വണ്ടിയായിട്ട് അങ്ങ് ചെല്ലുമ്പോൾ വണ്ടി അവിടെ നിർത്തി ആ വണ്ടിയിൽ പ്ലാസ്റ്റിക് ഉണ്ടോ കുപ്പികളുണ്ടോ പരിശോധിച്ചിട്ടാണ് വണ്ടി കടത്തുന്നത്. ഉണ്ടെങ്കിൽ അതിന് ഫൈനാണ്. അപ്പോൾ ആ രീതിയിലേക്ക് ഒരു സംവിധാനം ഇവിടെ ഇപ്പോൾ നമ്മുടെ ഗേറ്റിൻ്റെ തൊട്ടപ്പുറത്ത് ഫോറസ്റ്റിന് ചെക്ക് പോസ്റ്റ് ഉണ്ട്. നേരെ താഴത്ത് ഫോറസ്റ്റിന് കോട്ടേഴ്സില്ല, കോട്ടേഴ്സിന് ചേർന്ന് ആദ്യം ചെക്ക് പോസ്റ്റിനാണ്. ഈ 2 ചെക്ക് പോസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ഈ പുറത്തിലേക്ക് കൊണ്ടുവരുന്ന മാലിന്യങ്ങളും അതുപോലെ തന്നെ ഭക്ഷണ സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നത് ഒരു പരിശോധന നടത്തുകയാണെങ്കിൽ അങ്ങനെ വണ്ടികൾ പ്രത്യേകിച്ച് നമ്മൾ ടൂറിസ്റ്റ് വാഹനങ്ങളൊക്കെ തന്നെ പരിശോധന നടത്തി വിടുന്ന സംവിധാനം ഉണ്ടായി കഴിഞ്ഞാൽ ആദ്യം ഒരു വാണിംഗ് കൊടുത്ത് പിന്നീട് ഫൈൻ ഇറക്കി കഴിഞ്ഞാൽ എന്താ പറയുക 80% മാലിന്യങ്ങൾ പുറത്തിൽ വരുന്ന ഒഴിവാകുമെന്നാണ് നമുക്ക് തോന്നുന്നത്. അതിന് പ്രസിഡന്റുകളോടാണ് സൂചിപ്പിക്കുന്നത്. അതിനുള്ളത് ഇതിനെ ഒരു ചർച്ച നടത്തുന്ന സമയത്ത് യാതൊരു നിർദ്ദേശം കൂടി ഉൾപ്പെടുത്താമെന്നാണ് സൂചിപ്പിക്കാറുള്ളത്. ഈ പരിശീലനത്തിൽ നിരവധി പരിപാടികൾ ലോകമൊട്ടാകെ നടത്തുന്നുണ്ട്. ആ പരിപാടി കൂടെ നമ്മുടെ പരിപാടിയിൽ നമ്മൾ നടത്തുകയാണ്. അപ്പോൾ അതിനായി തയ്യാറായി വന്ന മുഴുവൻ ലയൻസ് എല്ലാ പ്രവർത്തകർക്കും ദുരന്ത സംരക്ഷണ സമിതിയുടെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. ഈ ചടങ്ങിന് ഒരു ആശംസ അർപ്പിക്കുന്നതിന് ലയൻസ് ഫെഡിന്റെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി എഞ്ചിനീയർ അനിൽകുമാർ വടകരയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. പ്രതികൂല കാലാവസ്ഥയിൽ ഒരു സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് സംസ്ഥാന സമിതിയുടെ ഉത്സവമായ അഭിവാദ്യങ്ങൾ നമ്മളോട് നേരെ പിടിച്ചു നേരെ എന്ത് പ്രവർത്തനത്തിനും സുരക്ഷയ്ക്കായിട്ടുള്ള എന്ത് സഹായത്തിനും നമുക്ക് അങ്ങോട്ടും സഹായം നിങ്ങൾക്ക് അഭ്യർത്ഥിക്കാവുന്നതാണ്. നിങ്ങൾ എന്തായാലും അതിന് സന്നദ്ധരായിട്ടുണ്ടാവും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ല ഒരു പരിസ്ഥിതി ആശംസ. ഈ ചടങ്ങിന് ഒരു നന്ദി പറയുന്നതിന് വേണ്ടി ഈ അരുൺ ഈ പ്രോഗ്രാമിന്റെ ചെയർമാൻ അരുൺകുമാർ ഫറൂഖിനെ കവറുണ്ടായിരുന്നല്ലോ അവിടെ പ്രസിഡന്റിന്റെ കൊടയല്ലേ എന്റെ ഒടിയെന്ന് വേണോ? അല്ല ഇപ്പം പൈസ